morning, children. Welcome to Pinks and Purples at your home. What happened, Chutki? Why are you crying? Look, our Chutki is crying. What happened, Chutki? She want to take class today. Not now, Chutki, not now. You can take this EVS class, okay? Today's EVS class you can take. നമ്മുടെ ഇന്നത്തെ EVS class ചുട്ക്കി എടുത്തോട്ടെ അല്ലേ? പാവം ചുട്ക്കിക്ക് ക്ലാസ് എടുക്കണമെന്ന് പറയുന്നു. Okay? Let her take the EVS class. Okay? ഇപ്പോൾ അവിടെ ഇരുന്നോട്ടോ. You can take EVS class. Okay? നമുക്കത് ഇംഗ്ലീഷിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓ സോറി മാം, പ്രെയർ പാടാൻ മറന്നു. Let us do a prayer. Oh Almighty God, bless us all, bless us all. When we flourish with big and tall, look at me when I pray. Take care of me throughout the day. 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 സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? അപ്പോൾ ഇംഗ്ലീഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചേ? നോക്കിയേ, വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ ക്ലോക്ക്, റൈറ്റ്? നോക്കിയേ, ഈ നീഡിൽസ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ പോലെ ഉണ്ടല്ലേ? ദിസ് ഇസ് ലൈക്ക് സ്റ്റാൻഡിംഗ് ലൈൻസ്, റൈറ്റ്? വെരി നൈസ്. ഫ്രം അപ്പ് ടു ഡൗൺ. ഓ മൈ ഗോഡ്, മാം കൈ എടുക്കുമ്പോൾ ഈ നീഡിൽ വീഴുന്നുണ്ടല്ലേ? ഇങ്ങനെ വെക്കുമ്പോൾ യു ക്യാൻ സീ ദി സ്റ്റാൻഡിംഗ് ലൈൻ ഹിയർ, റൈറ്റ്? Very nice. When the needle is in 6 and 12, we can see the standing line, right? Needle വീണു പോയല്ലോ. ഇനി നമുക്കൊന്ന് സ്ലീപ്പിംഗ് ലൈൻ ഉണ്ടാക്കി നോക്കിയാലോ? Shall we make sleeping line with this? അപ്പോൾ നമ്മൾ നീഡിൽ എങ്ങനെയാണ് വെക്കണ്ടേ? Like this, right? ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് ലൈൻ കാണാല്ലേ? Here is our sleeping line. കണ്ടോ എല്ലാവരും? സ്ലീപ്പിംഗ് ലൈൻ ഉണ്ടല്ലോ അവിടെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫോർവേഡ് സ്ലാൻഡ് ലൈൻ ചെയ്ത് നോക്കിയാലോ? ഫോർവേഡ് സ്ലാൻഡ് ലൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഒരു നീഡിൽ ഇങ്ങനെ ചെയ്യണം, ഒരു നീഡിൽ ഇങ്ങനെ ചെയ്യണം, റൈറ്റ്? ഫോർവേഡ് സ്ലാൻഡ് ലൈൻ അല്ലേ ഇത്? നല്ല ഭംഗിയുണ്ടല്ലേ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മാം കൈ എടുക്കുമ്പോൾ അത് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകൂടി ചെയ്താലോ? ഫോർവേഡ് സ്ലാൻഡ് ലൈൻ ഇങ്ങനെ ഇങ്ങനെ, ലൈക്ക് അല്ലേ? ഫോർവേഡ് സ്ലാൻഡ് ലൈൻ അത്. ഇനി നമുക്ക് ബാക്ക്വേർഡ് സ്ലാൻഡ് ലൈൻ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഈ നീഡിൽ എവിടെയോ? ഈ നീഡിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് എവിടെയോ? ദിസ് ഇസ് ബാക്ക്വേർഡ് സ്ലാൻഡ് ലൈൻ, റൈറ്റ്? അപ്പം നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാം ഒന്നെല്ലാം. സ്റ്റാൻഡിങ് ലൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുക. സോ ദിസ് വിൽ ബി standing line from up to down. Needles ഇങ്ങനെ വെക്കുമ്പോഴോ? Sleeping line. We will get sleeping line, right? Very nice. Then needles ഇങ്ങനെ വെക്കുമ്പോൾ we will get forward slant line, right? നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കിയല്ലോ. ഫസ്റ്റ് നമുക്ക് standing line ഉണ്ടാക്കി നോക്കാം. Like this, right? കണ്ടോ? 6ലും 12ലും കണ്ടോ സ്റ്റാൻഡിംഗ് ലൈൻ? കറക്റ്റ് അല്ലേ? വെരി ഗുഡ്. ഇനി നമുക്ക് സ്ലീപ്പിംഗ് ലൈൻ ചെയ്യാം. നീഡിൽസ് മാം വിട്ടു. അഗെയിൻ ഐ എം അറേഞ്ചിങ് ദി സ്ലീപ്പിംഗ് ലൈൻസ്. റെഡി ആയില്ലേ? സ്ലീപ്പിംഗ് ലൈൻ ആയില്ലേ? ഇനി നമുക്ക് ഏതാ ഉണ്ടാക്കണ്ടേ? ഫോർവേഡ് സ്ലാൻഡ് ലൈൻ ഉണ്ടാക്കി നോക്കാം. 8ലും ഇവിടെ 2ലും. കണ്ടോ ഫോർവേഡ് സ്ലാൻഡ് ലൈൻ? കണ്ടോ? ഇനി നമുക്ക് ബാക്ക്വേർഡ് സ്ലാൻഡ് ലൈൻ ഉണ്ടാക്കി നോക്കാം. ഈ 10ലും 4ലും. കറക്റ്റ് അല്ലേ? വെരി നൈസ്, റൈറ്റ്? ഫോർവേഡ് സ്ലാൻഡ് ലൈൻ ആൻഡ് ബാക്ക്വേർഡ് സ്ലാൻഡ് ലൈൻ. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ, പഴയ പൊട്ടിയ ക്ലോക്ക് എങ്ങാനും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് ഇവിടെ നോക്കിയേ. I have something for you. What is this? Watermelon, right? In the outside എന്ത് കളറാണ് ഇത്? എന്ത് കളറാണ് വാട്ടർമെലന്റെ? This is green in color, right? ഇവിടെയോ? This is red in color. Somebody is crying, right? Who is crying? Here our Peepu is crying. What happened, Peepu? I want watermelon. He wants this watermelon. ഈ watermelon Peepuന് കൊടുക്കണമെന്ന്. നമ്മൾ എന്താ ചെയ്യുക?
കർവ്സ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതായിരുന്നു. വേണോ പീപ്പിന്? യു ക്യാൻ ടേക്ക് ഇറ്റ്. നമുക്ക് പീപ്പിന് കൊടുക്കാം അല്ലേ? ലെറ്റ് ഹിം ടേക്ക് ഇറ്റ്. ഓ മൈ ഗോഡ്, പീപ്പ് മുഴുവൻ കഴിച്ചു. അയ്യോ, ഈ വാട്ടർമെലൺ മുഴുവൻ പീപ്പ് കഴിച്ചില്ലെങ്കിൽ മാം എന്താ ചെയ്യാ? ഇതെന്ത് പോലെ ഉണ്ട്? ഇത് നമ്മുടെ കർവ്സ് പോലെ ഇല്ലേ? ദിസ് ഈസ് അവർ അപ്വേർഡ് കർവ്, റൈറ്റ്? നമ്മുടെ അപ്വേർഡ് കർവ് അല്ലേ? വെരി നൈസ്. അപ്പോൾ വാട്ടർമെലൺ കഴിച്ചിട്ട് എല്ലാവരും ഈ പീല് വെച്ചിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ എന്താണ്? അപ്വേർഡ് കർവ് ആണ്, റൈറ്റ്? ഇത് ഇങ്ങനെ വെച്ചാലോ? ദിസ് ഈസ് ഡൗൺവേർഡ് കർവ്. ഇനി ഇത് ഇങ്ങനെ വെച്ചാലോ? ദിസ് ഈസ് റൈറ്റ് ഓപ്പൺ കർവ് അല്ലേ? ഇനി ഇത് തിരിച്ചു വെച്ചാലോ? ദിസ് ഈസ് അവർ ലെഫ്റ്റ് ഓപ്പൺ കർവ്. പീപ്പോ നമ്മുടെ വാട്ടർമെലൺ മുഴുവൻ തിന്നത് നന്നായില്ലേ? നമുക്കിത് കാണാൻ പറ്റിയില്ലേ? നമ്മുടെ കർവ്സ് ഒക്കെ കാണാൻ പറ്റിയില്ലേ വാട്ടർമെലൺ പീലില്? വെരി നൈസ്. ഇനി മാമിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അറിയോ? ഇനി നമ്മൾ എന്താ പഠിച്ചേ? മാം ഒരു ഡ്രോയിങ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിനക്ക്. ഒരു ഡ്രോയിങ്. ഐ ഹാവ് എ ഡ്രോയിങ് ഫോർ യു. വെരി നൈസ്, റൈറ്റ്? ഇതെന്താണ്? ഹിൽസ് ആണല്ലേ? ഹിൽസ് ആണ്. വെരി നൈസ്, ഹിൽസ്. ഇതെന്ത് പോലെയുണ്ട്? നമ്മുടെ സിഗ്സാഗ് ലൈൻ പോലെയുണ്ട് അല്ലേ? ഫ്രണ്ട് സ്ലാന്റ് ലൈൻ, ബാക്ക്വേർഡ് സ്ലാന്റ് ലൈൻ, ഫോർവേഡ് സ്ലാന്റ് ലൈൻ, എഗെയിൻ ബാക്ക്വേർഡ് സ്ലാന്റ് ലൈൻ, ഫോർവേഡ് സ്ലാന്റ് ലൈൻ, അങ്ങനെ പോകുന്നുണ്ടല്ലേ? ഇങ്ങനെ ഹിൽസ് അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സിഗ്സാഗ് ലൈൻ പോലെ ഉണ്ടല്ലേ കാണാൻ? നല്ല ഭംഗിയില്ലേ? വെരി നൈസ്. ആൻഡ് വൺ മോർ ഇസ് ദേർ. ഒന്നുകൂടി ഉണ്ടല്ലോ മാമിൻ്റെ കയ്യിൽ. ഇതെന്താണെന്നറിയോ? ഡു യു നോ വാട്ട് ഇസ് ദിസ്? ഇത് സ്പ്രിങ് ആണല്ലേ? ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഇറ്റ് ബി? എന്താകും ഇത്? നമ്മുടെ ലൂപ്സ് കാണുന്നുണ്ടോ? ലൂപ്സ് നല്ല ഭംഗിയുണ്ടല്ലേ? ഇതുപോലെ ഇത് മാമിന് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? നമ്മുടെ ഇങ്ങനെ പെന്നുണ്ടല്ലോ, ബോൾ പെന്നിൻ്റെ ഉള്ളിലുണ്ടാകും. അതെടുത്തിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ലൂപ്സ് കാണാം. ഫോർവേഡ് ലൂപ്സും അപ്വേർഡ് ലൂപ്സും ഡൗൺവേർഡ് ലൂപ്സും കാണാം. ഓക്കെ? ഇനി നമ്മൾ എന്തായാലും പഠിച്ചത്? മാമിൻ്റെ അടുത്ത് വാട്ടർമെലൺ മാത്രമല്ല, ആപ്പിളും ഉണ്ട്. ആപ്പിൾ ഏത് ലെറ്റർ വെച്ചിട്ടായിരുന്നു ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? സേ ലൗഡർ, പ്ലീസ് സേ ലൗഡർ. ആപ്പിൾ സ്റ്റാർട്ടിങ് വിത്ത് എ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. ഫസ്റ്റ് ആൽഫബറ്റ് എ വെച്ചിട്ടാണ് നമ്മുടെ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? വെരി നൈസ്. പിന്നെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു വേർഡ് മാമിന് പറഞ്ഞു തന്നെ. ആരോ ഇസ് ദേർ. പിന്നെ എന്തൊക്കെയാണല്ലേ? അവർ ആങ്കിൾ ഇസ് ദേർ അല്ലേ? കാലിലുള്ള ആങ്കിൾ ഉണ്ട് അല്ലേ? ആങ്കിൾ ഇസ് ദേർ. ആരോ, ആക്സ്, ആൽബം, ആപ്പിൾ എല്ലാം ഉണ്ടല്ലേ എ വെച്ചിട്ട്? നമുക്കൊന്ന് എ ഉണ്ടാക്കി നോക്കിയാലോ? ക്ലേ വെച്ചിട്ട് നമുക്ക് എ ഉണ്ടാക്കി നോക്കാം. മാമിൻ്റെ കയ്യിൽ ക്ലേ ഒക്കെ ഉണ്ടല്ലോ. മാം എ ഉണ്ടാക്കി തരാം കേട്ടോ. ഓക്കെ? ലുക്ക് ഹിയർ, ലുക്ക് അറ്റ് ദി ബോർഡ്. നമുക്ക് എ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒക്കെ ഇല്ലേ? ഇതേപോലെ ക്ലേ സ്റ്റിക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഹിയർ വി ക്യാൻ മേക്ക് എ, ഓ മൈ ഗോഡ്, ഹിയർ വി ക്യാൻ മേക്ക് എ ഫോർവേഡ് സ്ലാന്റ് ലൈൻ. ഹിയർ backward slant line. One more we want, right? ഒന്നും കൂടി വേണ്ടേ? Forward slant line backward slant line മാത്രം എ ആവോ? No, we want a sleeping line also, right? എ ആയില്ലേ? ഭംഗിയുണ്ടോ? ഇത് ഏത് എ ആണ്? This is capital A, right? ഇനി നമ്മൾ സ്മോൾ ഉണ്ടാക്കി നോക്കിയാലോ? ഇത് ക്യാപിറ്റൽ എ മാത്രമല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് സ്മോൾ ഉണ്ടാക്കാം കേട്ടോ. ക്ലേ വെച്ചിട്ട് ഇതെന്താണ്? നമ്മുടെ റൈറ്റ് ഓപ്പൺ കർവ് ആണ് അല്ലേ? റൈറ്റ് ഓപ്പൺ കർവ് ആൻഡ് എ സ്റ്റാൻഡിംഗ് ലൈൻ. സ്റ്റാൻഡിംഗ് ലൈൻ ഷുഡ് ബി ദേർ, റൈറ്റ്? We can make a standing line. Standing line should be little more bigger. Here it is. Kanda? Capital A and our small a. Capital A and our small a. ഇനി എല്ലാം അപ്പോൾ നമ്മൾ എ എങ്ങനെയായിരുന്നു ചെയ്തത്? ക്യാപിറ്റൽ എ നമുക്ക് വൺസ് മോർ ചെയ്യാം കേട്ടോ.
forward slant line, backward slant line and a sleeping line. എങ്ങനെയാണ്? Forward slant line, backward slant line and a sleeping line. How can we write capital A? Forward slant line, backward slant line and a sleeping line. ഒന്നുകൂടി മാമിനോട് ഫാസ്റ്റ് ആയിട്ട് പറയണേ. Forward slant line, backward slant line and a sleeping line. Okay? So ഇനി നമ്മൾ സ്മോൾ എ എങ്ങനെയാണെന്ന് എഴുതാൻ നോക്കാം. എങ്ങനെയാണ്? What is this orange? ഈ ഓറഞ്ച് ക്ലേ എന്താണ്? റൈറ്റ് ഓപ്പൺ കർവ് ആണ്. റൈറ്റ്? റൈറ്റ് ഓപ്പൺ കർവ് ആൻഡ് എ സ്റ്റാൻഡിംഗ് ലൈൻ. Right open curve and a slanting line. Standing line. Sorry, ma'am wrong I പറഞ്ഞു. Standing line. Okay. Right open curve and a standing line. Okay, ma'am ന്റെ കൂടെ ഒന്നുകൂടി പറയണേ. Small നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? Right open curve. We have to put a right open curve and a standing line. Okay? Then I have a surprise for you. എല്ലാവർക്കും വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമല്ലേ? ബോട്ടൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? I have a surprise for you. Okay? Let's see. കണ്ട മാമിൻ്റെ സർപ്രൈസ്. ഹിയർ ഇസ് എ സ്മോൾ പോണ്ട്. ഒരു സ്മോൾ പോണ്ട് ഉണ്ടല്ലേ? ഒരു ചെറിയ കുളം ഉണ്ടല്ലേ? സംതിങ് ഇസ് കമ്മിങ്. ആ പോണ്ടിൽ എന്തോ വരുന്നുണ്ടല്ലോ. വാട്ട് ഇസ് കമ്മിങ്? ഒരു ബോട്ടാണല്ലോ. 2 ബോട്ടുണ്ടല്ലേ? ഒരു ബിഗ് ബോട്ടും ഉണ്ട്, ഒരു സ്മോൾ ബോട്ടും ഉണ്ട്. ആ ബോട്ടിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? സംതിങ് ഇസ് ദേർ ഇൻസൈഡ് ഇറ്റ്. കാണുന്നുണ്ടോ? മക്കൾക്ക് കാണുന്നുണ്ടോ? സം ലെറ്റേഴ്സ് ആർ ഹൈഡിങ് ഇൻസൈഡ് ദ ബോട്ട്. കണ്ടോ? ഈ 2 ലെറ്റേഴ്സും ബോട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ ലെറ്റേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ? ബി ആണല്ലേ? 2 ബി ഉണ്ട്. ലൈക്ക് ദിസ് ഇസ് അവർ ക്യാപിറ്റൽ ബി and this one is our small b. ഈ ബ്ലൂ കളറിലുള്ളത് ക്യാപിറ്റൽ ബി ആണ്. This one is small b. നമുക്ക് നോക്കിയാലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ബി ഉണ്ടോന്ന്. ഓക്കെ, നമ്മുടെ ബോർഡിൽ വന്ന 2 ലെറ്റേഴ്സിനെ കണ്ടോ? ബി അല്ലേ? വാട്ട് ഇസ് ദ ലെറ്റർ? ബി. വാട്ട് ഇസ് ദ ലെറ്റർ? ബി ആണല്ലേ? ബി ആണ് വന്ന ലെറ്റർ. ദിസ് ഇസ് ക്യാപിറ്റൽ ബി ആൻഡ് ദിസ് ഇസ് അവർ സ്മോൾ ബി. This is our capital B and this is our small b. This is capital B and ഇത് small b ആണ്. ഇത് capital B ആണ്, ഇത് small b ആണ്. ഇനി B ഏത് സൗണ്ട് ആണ് ഉണ്ടാക്കുക? B will make the sound b. B നമ്മൾ എങ്ങനെയാ പറയാ? b. It's b. B എവിടെ കണ്ടാലും നമ്മൾ എങ്ങനെയാണ് പറയാ? b. ഇനി ബി വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒന്ന് മാമിന് പറഞ്ഞു തരുമോ? ബ വെച്ചിട്ടുള്ള ബി എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? ബ. റൈറ്റ്. ബി എവിടെ കണ്ടാലും നമ്മൾ ബ പറയണം. ഓക്കെ, ഇനി ബ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് പറഞ്ഞു തന്നെ മാമിന്. അറിയോ? ആരെങ്കിലും ഒന്ന് പറയാൻ ട്രൈ ചെയ്തേ. നമ്മൾ എന്തുകൊണ്ടാണ് കളിക്കുക? നമ്മളിങ്ങനെ ത്രോ ആൻഡ് ക്യാച്ച് കളിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ലാസ്റ്റ് വീക്കിലെ ക്ലാസ്സിൽ വി ഹാവ് പ്ലേഡ് ത്രോ ആൻഡ് ക്യാച്ച് അല്ലേ? അത് എന്തുകൊണ്ടായിരുന്നു നമ്മൾ കളിച്ചത്? ഇറ്റ്സ് ബോൾ. റൈറ്റ്. ഇറ്റ് വാസ് ബോൾ. നമുക്ക് ബോൾ എന്ത് സൗണ്ടാണ് വരുന്നത്? ഫസ്റ്റ് ബ. റൈറ്റ്. ബോൾ വരുന്നത് ബ സൗണ്ടാണ്. നമുക്കിനി നോക്കാം വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ബ വെച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? ഇത് മാം വരച്ചതാണ്. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ ബസ്. റൈറ്റ്? നിങ്ങളുടെ സ്കൂൾ ബസ് പോലെയുണ്ടല്ലേ? ദിസ് ഇസ് എ ബസ്. ബസ് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബ. ബ ഫോർ ബസ്. ബി ഫോർ ബസ്. റൈറ്റ്. ഇനി നമുക്ക് ബി വെച്ചിട്ടുള്ള വേറൊരു വേർഡ് നോക്കിയാലോ? വേറൊരു സാധനം ഉണ്ട് മാമിൻ്റെ കയ്യിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ബോൾ. ബി ഫോർ ബോൾ. റൈറ്റ്? ബി ഫോർ ബോൾ. ഇനി കുറച്ചും കൂടി വേറൊരു സാധനം നോക്കിയാലോ? ബോളിന്റെ കൂടെ നമുക്ക് കളിക്കാൻ എപ്പോഴും എന്ത് വേണം? ബാറ്റ് വേണം അല്ലേ? സോ ബാറ്റ് ഇസ് ഓൾസോ സ്റ്റാർട്ടിങ് വിത്ത് ബ. ബ ഫോർ ബാറ്റ്. ബി ഫോർ ബാറ്റ്. ബി എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുക? ബി സേസ് ബ. ബി സേസ് ബ. ബി ഫോർ ബാറ്റ്. ബി ഫോർ ബോൾ and B for bus. And once again, one more thing is there. നമ്മുടെ സ്കൂളിൽ ബുക്സ് ഒക്കെ എന്തിട്ടാ കൊണ്ടുപോവാ? എ ബാഗ്. റൈറ്റ്? ബാഗിലാണ് നമ്മൾ കൊണ്ടുപോവാ അല്ലേ?
bag. B for bag. Bag. So it is also starting with B. B for bag. ഇനി എന്താണ് നോക്കാം നമുക്ക്. B for bucket. അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കാറില്ലേ? B for bucket. B bucket. അല്ലേ, B വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? It's also starting with B. So B for bucket. Okay. ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരട്ടെ. ഇതെന്താണ്? B for bib. Bib ആണല്ലേ. ബിബ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? നമ്മൾ കുഞ്ഞു ഭാവി ആയിരുന്നപ്പോൾ ഇതാ ഈ ചുട്ക്കി എങ്ങനെയാണതാ, ഈ ചുട്ക്കിയൊക്കെ ഇല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് കളയും. ചുട്ക്കിയുടെ ബ്യൂട്ടിഫുൾ ഡ്രസ്സല്ലേ, ഡ്രസ്സിലൊക്കെ ചുട്ക്കി ആക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചുട്ക്കിക്ക് ബിബ് വെച്ച് കൊടുക്കും അല്ലേ. ചുട്ക്കിക്ക് ബിബ് വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? ചുട്ക്കിൻ്റെ ഡ്രസ്സൊന്നും ചീത്തയാവില്ല അല്ലേ, ചീത്തയൊക്കെ നമ്മുടെ ബിബിലാവും. സോ ബി ഫോർ ബിബ്. B for bib. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? B for bat. B for bat. B for ball. B for ball. B for bus. B for bus. Say louder. മാമിന് കേൾക്കുന്നില്ല കേട്ടോ. B for bus. പിന്നെന്താണ്? B for bag അല്ലേ. B for bag. B for bucket. അല്ലേ, ബക്കറ്റ് നമ്മൾ പഠിച്ചില്ലേ? B for bucket. And last B for bib. Okay. ടെക്സ്റ്റ് ബുക്കിലും B വെച്ചിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ടല്ലേ. B for here we have നമ്മുടെ ക്യാപിറ്റൽ B ഉണ്ട്, സ്മോൾ B ഉണ്ട്. Here we have capital B and small b. Capital B, small b. Capital B, small b. B for bat. Right? B വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത്, so it is bat. Bat. B for bat. B for ball. B for ball. B for ball. B for bib. B for bib. മാമിന്റെ കൂടെ പറഞ്ഞേ, B for bib. മാം എന്ത് പറയുമ്പോഴും മാമിന്റെ കൂടെ പറയണം കേട്ടോ. മാം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കരുത്, മാം പറയുമ്പോൾ മാമിന്റെ കൂടെ പറയണം. ഓക്കെ. B for bib. B for bus. Right? B for bus. Next, B for bucket. Bucket നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? വെള്ളമൊക്കെ നിറച്ച് വെക്കാൻ യൂസ് ചെയ്യുക അല്ലേ. നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാവും. B for bucket. B for bucket. And B for bag. B for bag. B for bag. അല്ലേ, അപ്പം നമ്മൾ B പഠിച്ചു, ക്യാപിറ്റൽ B പഠിച്ചു, സ്മോൾ B പഠിച്ചു. B വെച്ചിട്ടുള്ള ലെറ്റേഴ്സ്, കുറച്ച് വേർഡ്സ് പഠിച്ചു അല്ലേ. B വെച്ചിട്ട് ഏതൊക്കെ സാധനങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് B എഴുതാൻ പഠിക്കണ്ടേ? നമ്മൾ A എഴുതാൻ പഠിച്ചില്ലേ, അതുപോലെ നമുക്ക് B ട്രേസ് ചെയ്യാൻ പഠിക്കാം കേട്ടോ. In this textbook, turn your textbook page number 17ൽ നമ്മൾ B ട്രേസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് B? Here we have a standing line. A standing line, a left open curve, another left open curve. മാമിന്റെ കൂടെ ചെയ്യല്ലേ? A standing line, a left open curve, and another left open curve. Once again, okay? ഒരു തവണയും കൂടി മാമിന്റെ കൂടെ ചെയ്യണേ. നമ്മൾ ഏതാണ് ട്രേസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ B ആണ് കേട്ടോ. A standing line, a left open curve, and another left open curve. Right? നമുക്ക് സ്മോൾ b ഒന്ന് ചെയ്ത് നോക്കിയാലോ? This is also standing line and left open curve ആണ് അല്ലേ, but only one is there. Standing line and a left open curve. Only one left open curve is there. Standing line and a left open curve. ഒന്നുകൂടി ചെയ്യാം മാമിന്റെ കൂടെ. Standing line and a left open curve. Standing line, left open curve. This is capital B. നമ്മൾ ട്രേസ് ചെയ്യാം. Standing line, left open curve, and another left open curve. Standing line, left open curve, and another left open curve. Small b you. Standing line and a left open curve only. Okay? Standing line,
and a left open curve. Okay, standing line and a left open curve. Okay. ഇനി നമുക്ക് നമ്മുടെ ബോർഡിലൊന്ന് എഴുതി നോക്കിയാലോ. ഇതാ മക്കൾക്ക് എഴുതി തരാൻ വേണ്ടിയിട്ട് മാം ബോർഡിൽ ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ട്. കണ്ടോ എല്ലാവരും? നമ്മുടെ 4 ലൈനിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ ബി, ക്യാപിറ്റൽ ബി ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ വരയ്ക്കുക? ലെഫ്റ്റ് ഓപ്പൺ കർവ് ആണോ? ലെഫ്റ്റ് ഓപ്പൺ കർവ് ആണോ ഫസ്റ്റ് വരയ്ക്കുക? അല്ല, ഏതാണ് വരയ്ക്കുക? സ്റ്റാൻഡിങ് ലൈൻ. വെരി ഗുഡ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് ഓപ്പൺ കർവ്, another left open curve. Right? ഒന്നുകൂടി മാം ഇതിൻ്റെ മുകളിൽ കൂടി ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയണം കേട്ടോ മാമിന് തെറ്റിപ്പോവും. ഓക്കെ, സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് ഓപ്പൺ കർവ്, another left open curve. വെരി ഗുഡ്. മാം ഒരു ബിയും കൂടി ഇവിടെ എഴുതണം കേട്ടോ. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് ഓപ്പൺ കർവ്, another left open curve. അല്ലേ? ഇനി നമുക്ക് സ്മോൾ ബി എഴുതിയാലോ. സ്മോൾ ബി എഴുതാം കേട്ടോ. Standing line and left open curve. കഴിഞ്ഞു. ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ് ആയല്ലോ അല്ലേ? ഒന്നുകൂടി ചെയ്ത് നോക്കിയല്ലോ. സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് ലെഫ്റ്റ് ഓപ്പൺ കർവ്. ഒരു ബിയും കൂടി എഴുതാം കേട്ടോ. മാമിൻ്റെ കൂടെ പറയണേ, എല്ലാവരും പറയുന്നില്ലേ? സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് ഓപ്പൺ കർവ്. കണ്ടോ? അപ്പോൾ ദിസ് ഇസ് അവർ ക്യാപിറ്റൽ ബി ആൻഡ് ദിസ് ഇസ് അവർ സ്മോൾ ബി. Capital B, small b. Capital B, small b. Okay. B ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നന്നായിട്ട് വീട്ടിൽ നിന്നും നല്ലോണം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇതേപോലെ മാം എ ക്ലേ വെച്ച് ഉണ്ടാക്കി തന്നില്ലേ, അതുപോലെ ബിയും ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം. എങ്ങനെയാ ബി ക്ലേ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുക? നമുക്കൊരു സ്റ്റാൻഡിങ് ലൈൻ വെക്കാം, ദെൻ ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ് ഉണ്ടാക്കിയിട്ട് വെക്കാം, ദെൻ വൺ മോർ ലെഫ്റ്റ് ഓപ്പൺ കർവ് ഉണ്ടാക്കിയിട്ട് വെക്കാം. സ്മോൾ ബി എങ്ങനെയായിരിക്കും ചെയ്യാം? ഒരു സ്റ്റാൻഡിങ് ലൈൻ ഉണ്ടാക്കി വെക്കുക, ദെൻ ഓൺലി വൺ ലെഫ്റ്റ് ഓപ്പൺ കർവ് ഇസ് എനഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ലെഫ്റ്റ് ഓപ്പൺ കർവ് വെക്കണം? ക്യാപിറ്റൽ ബിയിൽ നമ്മൾ 2 ലെഫ്റ്റ് ഓപ്പൺ കർവ് വെക്കും, സ്മോൾ ബിയിൽ ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ് മതി. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായല്ലോ? ഇനി നമുക്ക് മാത്സ് സ്റ്റാർട്ട് ചെയ്താലോ? ഇംഗ്ലീഷ് ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് മാത്സ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ എത്ര ദിവസമായില്ലേ കൗണ്ട് ചെയ്തിട്ട്? ചെയ്ത് നോക്കിയാലോ നമുക്ക്? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ മാത്സ് ക്ലാസ്. സോ നമ്മൾ ഇംഗ്ലീഷിൽ ബി ഒക്കെ പഠിച്ചു, നല്ല കുട്ടികളായില്ലേ? ഇനി നമുക്ക് മാത്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ടൈമാണല്ലേ? ബെല്ലടിച്ചു. നമുക്കിനി സ്റ്റാർട്ട് ചെയ്താലോ? മാത്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പറഞ്ഞേ. വലുതാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ബിഗ് അല്ലേ? വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബിഗ് എന്ന് പറയാം അല്ലേ? നമ്മൾ ഇനി ടി വിയിലൊക്കെ നമ്മൾ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കാണുമ്പം ഒരു ചെറിയ ബേബിനെയും ഒരു വലിയ മദറിനെയും കണ്ട് നമ്മൾ എന്ത് പറയണം? ദ മദർ ഈസ് ബിഗ് അല്ലേ? ആ മദർ ബിഗ് ആണ് ആൻഡ് ദ കുഞ്ഞു ബാബ ഈസ് സ്മോൾ അല്ലേ? അങ്ങനെ പറയണം കേട്ടോ. ഇപ്പം മാമിൻ്റെ കയ്യിൽ 2 ഹോഴ്സ് ഉണ്ടല്ലോ, എ മദർ ഹോഴ്സ് ആൻഡ് എ ബേബി ഹോഴ്സ്. വിച്ച് വൺ ഇസ് ബിഗ്? മദർ ഹോഴ്സ് ബിഗ് ആണ്, നമ്മുടെ ബേബി ഹോഴ്സ് എന്താണ്? സ്മോൾ ആണ് അല്ലേ? കുഞ്ഞുമാവാണ്, നിങ്ങളെ പോലെ ചെറുതാണ് ബേബി ഹോഴ്സ്. വലുതാണ് ആര്? മദർ ഹോഴ്സ്. റൈറ്റ്? ദ മദർ ഹോഴ്സ് ഇസ് ബിഗ് ആൻഡ് ദ ബേബി ഹോഴ്സ് ഇസ് സ്മോൾ അല്ലേ? നമ്മൾ ബിഗ് ആൻഡ് സ്മോൾ പഠിച്ചു. ഇനി അടുത്ത സൈസ് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ടോൾ ആൻഡ് ഷോർട്ട്. ടോൾ ആൻഡ് ഷോർട്ട് പഠിച്ചല്ലേ? മാമിൻ്റെ കയ്യിൽ 2 പെൻസിൽസ് ഉണ്ട്. ദിസ് ഇസ് ടോൾ അല്ലേ? ഇത് മാം എഴുതി ചെറുതായി പോയി. ദിസ് ഇസ് ഷോർട്ട്, ദിസ് ഇസ് ബിഗ്. ഇത് മാം ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചതാ. ദിസ് ഇസ് ബിഗ് അല്ലേ? ഇത് ബിഗ് അല്ലേ? ഇത് ടോൾ അല്ലേ? സോറി മാമിന് തെറ്റിപ്പോയി. ഇത് ടോൾ ആണല്ലേ? പറഞ്ഞു തരണ്ടേ മാമിന്? മാം ബിഗ് എന്ന് പറഞ്ഞില്ലേ? യു ഹാവ് ടു ടെൽ മീ ടോൾ. യു ആർ റോങ് ആൻഡ് ദിസ് ഇസ് ടോൾ. ഓക്കെ, ഇതെന്താണ്? ദിസ് ഇസ് ടോൾ. ഇത് മാം എഴുതി ചെറുതായി പോയി. സോ ദിസ് ഇസ് ഷോർട്ട്, ദിസ് ഇസ് ടോൾ ആൻഡ് ദിസ് ഇസ് ഷോർട്ട്. ദിസ് വൺ ഇസ് ടോൾ, ദിസ് ഇസ് ഷോർട്ട്. ഓക്കെ, അപ്പം നമ്മൾ ടോളും ഷോർട്ടും പഠിച്ചു. ഇനി എന്താണ് അടുത്തത്? മാം ക്ലേ കൊണ്ട് വേറൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കാണിച്ചു തരട്ടെ? ഞാൻ ബോർഡിൽ വെക്കാം കേട്ടോ, എല്ലാവരും നോക്കണേ. എന്താണ് മാമിന് പറഞ്ഞു തരണം കേട്ടോ. ഇത് മാം ക്ലേ കൊണ്ടാണ് ചെയ്തത്, കണ്ടോ? ഇതാണ് ഷേപ്പ്. നമ്മൾ 2 ഷേപ്സ് പഠിച്ചിട്ടുണ്ടല്ലേ? ഇതേപോലെ ക്ലേ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് മാം പറഞ്ഞു. എ ഉണ്ടാക്കണം, ബി ഉണ്ടാക്കണം, സ്മോൾ എ ഉണ്ടാക്കണം, സ്മോൾ ബി ഉണ്ടാക്കണം, പിന്നെ എന്തുണ്ടാക്കണം?
ഷേപ്സ് ഉണ്ടാക്കണം. നമ്മൾ ഏതൊക്കെ ഷേപ്സ് പഠിച്ചു? സർക്കിൾ. Am I right? This is circle. Once again, trace it. Circle. What is this? This is triangle. Triangle. It has 3 sides, right? This circle പോലെയല്ല അല്ലേ? ഇതിന് 3 sides ഉണ്ട്. This is triangle. It has 3 sides and it is triangle. Triangle. This is circle. Okay? ഇനി ആരോ വരുന്നുണ്ടല്ലോ. ഒരു ഐസ്ക്രീം സെല്ലർ വരുന്നുണ്ടോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? നമുക്ക് നോക്കാം കേട്ടോ. ഐസ്ക്രീംസ്, ഐസ്ക്രീം, സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ഐസ്ക്രീംസ്. I want one ice cream. You want one ice cream, dear? Here is your one ice cream. Thank you. Welcome. Bye-bye. I got one ice cream. Ice creams, ice creams. Anybody want ice cream? Anybody want ice cream? Yes. I want 2 ice cream. Very good. Here is your 1 and 2. Thank you. I got Welcome, ice cream. dear. Ice creams, ice creams. Anybody want ice cream? Yes. Hello, dear. I want 3 ice cream. You want 3 ice creams? Here's your 1, 2, and 3. I got 3 ice creams. Ice creams. Anybody want ice creams? Ice creams. I want ice cream. Hello, dear. How many ice creams do you I want 4 ice You cream. want 4 ice creams. Here it is. 1, 2, 3, and 4. I Bye-bye. got 4 ice creams. Bye-bye, Thank dear. you. Welcome. എന്റെ ഐസ്ക്രീംസ് എല്ലാം തീർന്നല്ലോ അല്ലേ? അപ്പം ഫസ്റ്റ് ആരാ വന്നത്? ഫസ്റ്റ് വന്നയാള് 1 ഐസ്ക്രീം കൊണ്ടുപോയി. പിന്നെ വന്നാള് 2 ഐസ്ക്രീംസ് കൊണ്ടുപോയി. പിന്നെ വന്നാളോ 3 ഐസ്ക്രീംസ് കൊണ്ടുപോയി. പിന്നെ വന്നാളോ 4 ഐസ്ക്രീംസ് കൊണ്ടുപോയി അല്ലേ? അപ്പൊ എത്ര ഐസ്ക്രീം കൊണ്ടുപോയി? 1, 2, 3 and 4. Once again. 1, 2, 3 and 4. മാമിന്റെ കൂടെ ഒന്നുകൂടി കൗണ്ട് ചെയ്യണേ. യൂസിങ് യുവർ ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. 1, 2, 3 and 4. Very good. ഇനി നമുക്ക് മാത്സ് സെഷൻ മൈൻഡ് അപ്പ് ചെയ്താലോ? നമുക്കൊരു പാട്ട് കേട്ടാലോ? അല്ലേ? നമുക്കൊരു പാട്ട് കേട്ടാലോ? Okay. So we have finished our maths class. Okay. Let us start our VBS class. The bell has rang. അതിന് വേണ്ടി ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെയെന്നറിയോ? നിങ്ങളുടെ റോഷ്മ മാമിനെയാണ്. റോഷ്മ കം. ഒരു ഹായ് വന്നല്ലോ. Hi. ഇന്ന് റോഷ്മ മാമും കൂടി ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. നമുക്ക് തുടങ്ങിയല്ലോ. ഒരു ചെറിയ പാട്ടാണ്. തുടങ്ങാം. Hello, hello, what's your name? Hello, hello, what's your name? My name is Kaylee. My name is Owen. Nice to meet you. Let's be friends. കണ്ടോ എല്ലാവരും? പാട്ടൊക്കെ ഇഷ്ടമായോ? പിന്നെ നമ്മുടെ EVS ക്ലാസ്സിൽ ആരും എന്തോ പറഞ്ഞില്ലായിരുന്നോ? ആരായിരുന്നു പറഞ്ഞത്? ചുട്ക്കി ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ചുട്ക്കി ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. മാം ചുട്ക്കിനെ വിളിച്ചു വരാം കേട്ടോ. ഓക്കെ. ഹലോ ചുട്ക്കി. ഹായ്. എല്ലാവരും മാമിൻ്റെ പാട്ടൊക്കെ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ചുട്ക്കിയില്ലേ? ഇനി ചുട്ക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമുക്ക് കേട്ട് നോക്കിയാലോ? My name is Chutki. I am 3 years old. I am a girl. Do you know how to introduce yourself? Very good. I am a good girl. I'll get up early in the morning. I'll brush my teeth. After that, I'll take a bath. Then, I'll wear clean and good clothes. I'll wash my hands before and after every meal. Am I good? After
all these good habits, I'll go like ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകും. I'll go to play with my friends. അവരുടെ കൂടെ കളിക്കാൻ പോയിട്ട് ഞാൻ എന്തൊക്കെയാണ് കളിക്കാന്നറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. I'll run faster. ഞാൻ ഫാസ്റ്റായിട്ട് ഓടും. Then what we will do? പിന്നെ നമ്മൾ എന്താ കളിക്കാന്നറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. Let me take a ball. We will play catch and throw with this ball. ഞങ്ങൾ ഇത് വെച്ചിട്ട് catch and throw കളിക്കാറുണ്ടല്ലോ. I will throw the ball and catch the ball. Okay, we will play catch and throw with this ball. Then we will clap each other. We will clap like this. We will clap like this. And we will play hop and skip. How we will hop? I'll show you. We have to lift the leg up and hop like this. Okay? We will make columns and we will play hop and skip. ഞങ്ങൾ ഹോപ്പിംഗ് ഒക്കെ കളിക്കാറുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ കളിക്കാൻ ഇഷ്ടമാണോ കൂട്ടുകാരെ? നിങ്ങളൊക്കെ കളിക്കാറുണ്ടോ? കളിക്കാറില്ലേ? വെരി ഗുഡ്. I am so tired. Pipu, please give me a glass of water, please. Thank you, Pipu. Thank you very much, Pipu. Enough for me. Children, friends, do you know there are some magic words in our world? നമ്മുടെ ലോകത്തിൽ കുറേ മാജിക് വേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നറിയോ? എന്താ ചെയ്യാൻ പറ്റാന്നില്ലേ? മാം പറഞ്ഞു തരും കേട്ടോ. അതിൽ 2 വേർഡ്സ് ഞാനിപ്പോൾ യൂസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെയാണെന്ന്? പ്ലീസ് ആൻഡ് താങ്ക് യു അല്ലേ? പീപ്പു എനിക്ക് വെള്ളം തന്നപ്പോൾ ഞാൻ പീപ്പുവിനോട് എന്താ പറഞ്ഞേ? താങ്ക് യു പറഞ്ഞു അല്ലേ? പീപ്പുവിനോട് ഞാൻ എങ്ങനെയാണ് വെള്ളം ചോദിച്ചേ? പ്ലീസ് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചതല്ലേ? ഇനി ആയിഷ മാം പറഞ്ഞു തരും കേട്ടോ ബാക്കി. ഞാനിപ്പോൾ ഭയങ്കര ടയേർഡാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ കേട്ടോ. അപ്പം മാജിക് വേർഡ്സ് ഒക്കെ പറഞ്ഞു തന്നല്ലേ ചുട്ക്കി? മാജിക് വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നില്ല ചുട്ക്കി. മാം പറഞ്ഞു തരാം കേട്ടോ. അപ്പം ചുട്ക്കി ഏതൊക്കെ മാജിക് വേർഡ്സ് പറഞ്ഞു തന്നു? പ്ലീസ് ആൻഡ് താങ്ക് യു അല്ലേ? ചുട്ക്കി എങ്ങനെയാണ് പീപ്പിളിനോട് വെള്ളം ചോദിച്ചേ? പ്ലീസ് ഗിവ് മീ സം വാട്ടർ അല്ലേ? അങ്ങനെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് ഗിവ്, എനിക്കൊന്ന് വഴി മാറി തരുമോ, എനിക്കൊന്ന് അത് എടുത്ത് തരുമോ, അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ പ്ലീസ് പറയണം അല്ലേ? നമ്മൾ ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മൾ പ്ലീസ് പറയാം. അല്ല എനിക്കത് എടുത്തതാ അങ്ങനെ പറയാൻ പറ്റുമോ? നോ. നമ്മളെങ്ങനെ പറയണം? പ്ലീസ് എനിക്കതൊന്ന് എടുത്ത് തരുമോ അല്ലേ? വി ഷുഡ് സേ ദ മാജിക് വേർഡ് അല്ലേ? പ്ലീസ് മാജിക് വേർഡാണ്. നമ്മൾ മാജിക് വേർഡ് യൂസ് ചെയ്യണം. പ്ലീസ് റിക്വസ്റ്റ് ചെയ്യണം നമ്മളല്ലേ? അപ്പോഴേ നമ്മൾ ഗുഡ് ആവുള്ളൂ. ഓക്കെ, അപ്പം ഒരു മാജിക് വേർഡ് മാം പറഞ്ഞു. ഏതായിരുന്നത്? പ്ലീസ് അല്ലേ? റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലീസ് യൂസ് ചെയ്യണം. പ്ലീസ് ഒന്ന് എടുത്ത് തരുമോ അങ്ങനെ പറയണം അല്ലേ? ഇനി വേറൊരു മാജിക് വേർഡ് ചുരുക്കി പറഞ്ഞു തന്നല്ലോ. ഏതാ അത്? താങ്ക് യു അല്ലേ? നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ വി ഷുഡ് സേ താങ്ക് യു. പീപ്പു ചുട്ക്കിക്ക് വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ചുട്ക്കി എന്താ പറഞ്ഞേ? താങ്ക് യു പറഞ്ഞു അല്ലേ? ചുട്ക്കി താങ്ക് യു പറഞ്ഞു. പീപ്പു ചുട്ക്കിനെ ഹെൽപ്പ് ചെയ്തതല്ലേ? ചുട്ക്കി ഭയങ്കര ദാഹിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പീപ്പു എന്ത് ചെയ്തു? ചുട്ക്കിക്ക് വെള്ളം കൊണ്ട് കൊടുത്തു. അപ്പോൾ ചുട്ക്കി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ചുട്ക്കി പീപ്പുവിനോട് എന്ത് പറഞ്ഞു? താങ്ക് യു പറഞ്ഞു. അങ്ങനെ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ നമ്മൾ എന്താ പറയുക? വി ഷുഡ് സേ താങ്ക് യു. വി ഷുഡ് താങ്ക് ദം. നമ്മൾ താങ്ക് യു, നമ്മൾ അവരോട് നന്ദി പറയാണ് അല്ലേ? വി ഷുഡ് സേ താങ്ക് യു. ചുട്ക്കി പറഞ്ഞ പോലെ ആരെങ്കിലും നമുക്കിനി ആരെങ്കിലും നമ്മുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സമയത്ത് നിറയെ ഫ്രണ്ട്സൊക്കെ വന്നു. ഫ്രണ്ട്സൊക്കെ നമുക്ക് എന്ത് കൊണ്ടുവരും? ഗിഫ്റ്റ് കൊണ്ടുവരും അല്ലേ? ഗിഫ്റ്റ് തന്ന് നമ്മൾ എന്താ പറയുക? അങ്ങനെയാണോ പറയാ? നോ. നമ്മൾ എന്ത് പറയണം? നമ്മൾ താങ്ക് യു പറയണം. എല്ലാവരോടും താങ്ക് യു പറയണം. ഗിഫ്റ്റ് തരുന്ന എല്ലാവരോടും. നമുക്ക് ആരെങ്കിലും ചോക്ലേറ്റ്സ് തന്നു, നമ്മൾ എന്ത് പറയും? താങ്ക് യു പറയും അല്ലേ? നമ്മൾ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? താങ്ക് യു പറയും. അപ്പോൾ ചുട്ക്കി പ്ലീസും പറഞ്ഞു തന്നിട്ടുണ്ട്, താങ്ക് യു പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വേർഡും കൂടി ഉണ്ട്. ഏതാണെന്ന് അറിയാത്? ഇത് സോറിയാണ്. സോറി പറയണം നമ്മൾ എപ്പോഴാണ് സോറി പറയുക? ഒന്ന് പറഞ്ഞേ, നമ്മൾ എപ്പോഴാണ് സോറി പറയുക? വെരി ഗുഡ്. എപ്പോഴാണ് പറയുക? നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തു പോയി, നമ്മൾ എന്തോ അമ്മ പറഞ്ഞത് നമ്മൾ അനുസരിച്ചില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സോറി പറയണം അല്ലേ? നമ്മൾ സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവില്ലേ? നമ്മൾ സോറി പറഞ്ഞാലോ അമ്മ ഭയങ്കര ഹാപ്പി ആവും അല്ലേ? അപ്പം നമ്മൾ അറിയാതെ ചെയ്തതല്ലേ, അപ്പോൾ സാരമില്ല. അപ്പം നമ്മൾ എന്ത് പറയണം അമ്മയോട്?
സോറി പറയണം അല്ലേ? അമ്മേനോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി അമ്മ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് എന്ത് പറയാൻ പറയണം അമ്മയോട്? സോറി പറയണം അല്ലേ? അപ്പം നമ്മൾ ഏതൊക്കെ വേർഡ്സ് പഠിച്ചു? താങ്ക് യു പഠിച്ചു, പ്ലീസ് പഠിച്ചു, സോറിയും പഠിച്ചു. റൈറ്റ്? താങ്ക് യു നമ്മൾ എപ്പോഴാണ് പറയുക? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാൽ അല്ലേ? പ്ലീസ് എപ്പോഴാണ് പറയുക? നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി ഹാവ് ടു യൂസ് പ്ലീസ്. സോറിയോ? വെൻ വി ഹാവ് ടു സേ സോറി? വെൻ വി ഹാവ് ഡൺ എനി മിസ്റ്റേക്സ് ഓർ സംതിങ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്താൽ, എന്തെങ്കിലും തെറ്റായിട്ട് നമ്മൾ ചെയ്താൽ വി ഹാവ് ടു സേ എന്ത് പറയണം? സോറി പറയണം. സോ പ്ലീസ്, താങ്ക് യു ആൻഡ് സോറി ആർ ദ 3 മാജിക് വേർഡ്സ്. മനസ്സിലായോ? ആ മാജിക് വേർഡ്സ് യൂസ് ചെയ്താലേ നമ്മുടെ വേൾഡൊക്കെ ഫുൾ മാജിക് പോലെയാവും അല്ലേ? മാജിക് വേൾഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ക്ലാസ് അല്ലേ? ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് ബൈ സോങ് പാടാം. റൈറ്റ്? ഗുഡ് ബൈ സോങ് പാടിയല്ലോ? അല്ല, ഒരു റൈമുണ്ട് നമുക്ക് പാടാൻ. ഇന്ന് നമ്മൾ റൈമൊന്നും പാടിയില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെഡ് ഷോൾഡേഴ്സ് നീസ് ആൻഡ് ടോസ് പഠിച്ചല്ലേ? കഥ ആരെങ്കിലും പറഞ്ഞോ? അമ്മയ്ക്കോ അച്ഛനയ്ക്കോ ഒക്കെ പറഞ്ഞു കൊടുത്തോ? മാം പറഞ്ഞു തന്ന സ്റ്റോറി? ഇന്നാ മാം വേറെ ഒരു റൈമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് അവർ ഹാൻഡ്സ്. നിങ്ങളുടെ കൈ എന്താണ്? കുഞ്ഞാണ് അല്ലേ? സോ വി ഹാവ് 2 little hands. Lift your hands. 2 little hands to clap, clap, clap. മനസ്സിലായോ? ഫസ്റ്റ് മുതലേ 2 little hands to clap, clap, clap. 2 little legs go tap, tap, tap. മാം ടാപ്പ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ടോ? 2 little legs go tap, tap, tap. 2 little eyes are open wide. 1 little head goes side to side. ഒന്നുകൂടി ചെയ്യാം. ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് മാം ചെയ്യുന്നത്. ഓക്കെ, 2 little hands to clap, clap, clap. 2 little legs to tap, tap, tap. 2 little eyes are open wide. 1 little head goes side to side. ഇത് ഹാൻഡ്സ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. This is leg. We have already learned. This is head. അല്ലേ? And these are eyes. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി മാം 2-3 പ്രാവശ്യം റൈം ചെയ്യും. മാമിൻ്റെ കൂടെ ചെയ്യണം കേട്ടോ. ലൈൻസ് ഒക്കെ മനസ്സിലായില്ലേ? ഇനി മാം നമ്മളിങ്ങനെ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, 2 little hands to clap, clap, clap. 2 little legs to tap, tap, tap. 2 little eyes are open wide. 1 little head goes side to side. Once again, 2 little hands to clap, clap, clap. 2 little legs to tap, tap, tap. 2 little eyes are open wide. 1 little head goes side to side. Once again, speed le. 2 little hands to clap, clap, clap. 2 little legs to tap, tap, tap. 2 little eyes are open wide. 1 little head goes side to side. ഇനി നമുക്ക് പതുക്കെ ചെയ്യാം. ഓക്കെ, 2 little, സോറി അവന് തെറ്റിപ്പോയി. മാം ഫസ്റ്റ് ഹെഡാണ് പറയുന്നത്, ഫസ്റ്റ് കൈയല്ലേ. 2 little hands to clap, clap, clap. 2 little legs to tap, tap, tap. 2 little eyes are open wide. 1 little head go side to side. മനസ്സിലായില്ലേ? ഇനി എല്ലാവർക്കും പാടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഗുഡ് ബൈ സോങ് പാടിയല്ലോ. ഓക്കെ, goodbye, see you again. Goodbye, see you, my friends. Goodbye, have fun today. We all had fun today. Bye-bye.